മോർണിംഗ്. ഇന്നത്തെ ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? മക്കള് നല്ല മക്കളായിട്ടാണോ വന്നത്? ഓക്കേ, എല്ലാവരും നല്ല മക്കളാണല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയാ പഠിച്ചത്? എന്തൊക്കെയായിരുന്നു പഠിച്ചത്? നമ്മൾ കൊറേ കാര്യങ്ങൾ പഠിച്ചു അല്ലേ? ആദ്യത്തെ പാഠത്തിൽ നമ്മൾ എന്ത് പഠിച്ചു? ആ അമ്മ അമ്മ, അമ്മയെ പോലെ മലയാളം, ആന ആന, ആന കേറാമല ആകാശം അല്ലേ? ONV യുടെ കവിത പഠിച്ചു അല്ലേ നമ്മള്? അമ്മയെ പോലെയാണ് മലയാളം എന്ന് പഠിച്ചു. ആനക്ക് വരെ കയറാൻ പറ്റാത്ത സ്ഥലമാണ് ഇത്, ആകാശം എന്നും പറഞ്ഞു അല്ലേ? ഓക്കെ, നെക്സ്റ്റ് വീടിനെ പറ്റി ഒരു പാട്ട് പഠിച്ചു. എന്താ പഠിച്ചേ? എന്തു നല്ല വീട് എന്റെ വീട്, ചന്തമുള്ള വീട് എന്റെ വീട്. പിന്നെയോ ആരൊക്കെയുണ്ട് വീട്ടില്? അച്ഛനുണ്ട് വീട്ടിൽ, അമ്മയുണ്ട്, ചേച്ചിയുണ്ട്, വാവയുണ്ട്, ഞാനുമുണ്ട് അല്ലേ? എല്ലാവരും പഠിച്ചല്ലോ ആ പാട്ട്. ഓക്കെ, ഗുഡ്. നെക്സ്റ്റ് ആരൊക്കെയുണ്ട് വീട്ടിൽ നിന്ന് ഒരു പേജിൽ, അത് എല്ലാവരോടും കളർ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മിസ് എല്ലാവരും അത് ഭംഗിയായി ചെയ്തിട്ടുണ്ട് അല്ലേ? വീട്ടിലുള്ളവർക്ക്, നിങ്ങളുടെ വീട്ടിലുള്ളവർക്ക് നിറം കൊടുക്കുക. അത് കംപ്ലീറ്റ് ആണല്ലോ എല്ലാവർക്കും? ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ചങ്ങാതി. ചിത്രത്തിൽ ആരെയൊക്കെ കാണുന്നു അല്ലേ? നമ്മൾ ആ കഥ പഠിച്ചു അല്ലേ? പഠിച്ചില്ലേ? ചിത്രത്തിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? കാക്കയും എലിയും മാനും ഉണ്ടായിരുന്നു അല്ലേ? എൻ്റെ ഒരു ദിവസം മാൻ വലയിൽ അകപ്പെട്ടു, വേട്ടക്കാരന്റെ വലയിൽ അകപ്പെട്ടു. എന്നിട്ട് കൂട്ടുകാര് രക്ഷിക്കാനെത്തി. അപ്പൊ അവര് എലി വല കടിച്ചു മുറിച്ച് അവരെ പുറത്ത് കൊണ്ടുവന്നു അല്ലേ മാനിനെ? അപ്പൊ നമ്മുടെ ചങ്ങാതിമാർ ആരൊക്കെയാണെന്ന് പഠിച്ചു. ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട എന്നൊരു ഗുണപാഠം കൂടി നമ്മൾ അതിൽ പഠിച്ചു അല്ലേ? ചങ്ങാതികൾ, നല്ല ചങ്ങാതികൾ ഉണ്ടെങ്കിൽ നമുക്ക് നല്ലതാണ് അല്ലേ? നല്ല രക്ഷയാണ്. അപ്പൊ നമ്മളെ രക്ഷിക്കാൻ എത്തും അല്ലെ? അവര് ഓടിയെത്തും. ഓക്കെ, അപ്പൊ ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട. ഓക്കെ, ഇപ്പൊ മിസ് ഒരു കഥ പറഞ്ഞു വന്ന് അതെല്ലാരും പഠിച്ചു അല്ലേ? നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള എന്താ? എല്ലാവരും, all of you take your textbook, listen here. ഓക്കെ, എല്ലാവരും നല്ല മക്കളായി ടെക്സ്റ്റ് ബുക്കിൽ ശ്രദ്ധിച്ചിരിക്കണേ. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ഏതാ? എഴുതിയൊന്നും വേണ്ട, ഇതിൽ ശ്രദ്ധിച്ചാ മതി എല്ലാവരും. അമ്പിളി അല്ലേ? അമ്മ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അച്ഛൻ എന്നല്ല നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ ഇങ്ങനെ വായിച്ചു പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോ ഇന്നെന്താ നമ്മൾ പഠിക്കുന്നേ? അമ്പിളി. അമ്പിളിനെ എല്ലാവരും കണ്ടിട്ടുണ്ടോ? അമ്പിളി. ഇപ്പൊ ഇതിലൊരു പിക്ചർ ഉണ്ടല്ലോ, ടെക്സ്റ്റിൽ നോക്കി എല്ലാവരും. അപ്പൊ അമ്പിളിനെ കാണുന്നുണ്ടല്ലേ മാനത്ത് അല്ലേ? എവിടെയാ അമ്പിളി ഉണ്ടാവുന്നത്? മാനത്തുണ്ടല്ലേ, ആകാശത്ത്. ഓക്കെ, പിന്നെന്താ? അമ്പിളി. എങ്ങനെയാ വായിക്കുമെന്ന് ഉറക്കെ വായിച്ചേ. മിസ്സിന്റെ ഇവിടെ നിന്ന് ഉറക്കെ അവിടുന്ന് വായിച്ചേ എല്ലാവരും. അമ്പിളി, അമ്പിളി. ഓക്കെ, എല്ലാരും വായിക്കുന്നില്ലേ? അമ്പിളി, അമ്പിളി. ഓക്കെ, ഉഷാറിൽ വായിക്കണേ. നെക്സ്റ്റ് എന്താ നമ്മള് വായിക്കുന്നേ? അടുത്ത ആരാ ഉള്ളത്? ഒരു കുഞ്ഞു വാവേനെയും പിടിച്ച് ആരാ എടുത്ത് നിൽക്കുന്നേ? അച്ഛൻ അല്ലേ? അപ്പോ അച്ഛൻ, അച്ഛൻ പറഞ്ഞ എല്ലാവരും. ഉമർ ജാഫർ പറയുന്നുണ്ടോ അവിടുന്ന്? ഓക്കെ, ഉമർ ജാഫർ ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ, നോക്കട്ടെ ഉറക്കെ പറയുന്നുണ്ടോന്ന്. പ്ലീസ് അൺമ്യൂട്ട് ഉമർ ജാഫർ. അച്ഛൻ, അച്ഛൻ അല്ലേ? നിരാശ പറയണേ. അച്ഛൻ. ഓക്കെ, നെക്സ്റ്റ് എന്താ? ആരാ ഉള്ളത് ചിത്രത്തിൽ? ആരാ ഉള്ളത്? അമ്മ. അമ്മ എന്താണ്? അമ്മ.
അപ്പൊ നമ്മൾ ആയിരിക്കണത്തിന് ഏതൊക്കെ വാക്ക് പഠിച്ചു? അമ്പിളി, അച്ഛൻ, അമ്മ. അപ്പൊ എങ്ങനെ വായിക്കണം? ആ അമ്പിളി, ആ അമ്മ, ആ അച്ഛൻ അല്ലേ? നെക്സ്റ്റ് എന്താ ഉള്ളത്? ആ അറ, ആ അല അല്ലേ? 3 വേർഡ്സുകളുണ്ട് അതില്. അപ്പൊ ആ അമ്പിളി വായിച്ചേ, ഉറക്കെ വായിച്ചേ എല്ലാവരും. ആ അമ്പിളി, ആ അമ്പിളി, ഓക്കെ, അമ്പിളി, ആ അച്ഛൻ. ഏതൻ വായിച്ചേ മോനെ, ഏതൻ വായിച്ചേ. ആ അച്ഛൻ, അച്ഛൻ, ആ അച്ഛൻ, ആ അമ്മ, ആ അമ്മ. അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ആ അമ്പിളി. ഇഷാനി വായിക്കുന്നുണ്ടോ? ആ അമ്പിളി, ആ അച്ഛൻ, ആ അമ്മ. റഫാനെ, ലിസൺ ഹിയർ. വായിച്ചേ. ആ അച്ഛൻ, ആ അമ്പിളി, ആ അമ്മ, ആ അറ, ആ അല. വായിച്ച് പഠിക്കണേ. ഓക്കെ, നെക്സ്റ്റ് എന്താ ഉള്ളത്? അമ്പിളി പുഞ്ചിരി തൂകുന്നു, വെള്ളി വെളിച്ചം വീശുന്നു, വിതറുന്നു, മാനം നോക്കി നടക്കുമ്പോൾ അമ്പിളി കൂടെ പോരുന്നു. എന്താണ് ആ പാട്ട്? അമ്പിളി പുഞ്ചിരി തൂകുന്നു. നിരാശക്കുട്ടി, ലിസൺ ഹിയർ. അമ്പിളി പുഞ്ചിരി തൂകുന്നു. വായിച്ചേ മിസ്സിന്റെ കൂടെ. അമ്പിളി പുഞ്ചിരി തൂകുന്നു. നിങ്ങൾ എല്ലാരും പുഞ്ചിരിക്കാറില്ലേ? ഉണ്ടോ? അതുപോലെ അമ്പിളി പുഞ്ചിരി തൂകുന്നു. പിന്നെന്താ നെക്സ്റ്റ് ലൈൻ എന്താ? വെള്ളി വെളിച്ചം വീശുന്നു. ശകലെ റഫാനെ വായിച്ചേ. വെള്ളി വെളിച്ചം വീശുന്നു. പിന്നെയോ വെള്ളി വെളിച്ചം വിതറുന്നു. പിന്നെന്താ? മാനം നോക്കി നടക്കുമ്പോൾ അമ്പിളി കൂടെ പോരുന്നു. നമ്മൾ ആകാശത്ത് നോക്കി നടക്കുമ്പോ എങ്ങനെയുണ്ടാവും അമ്പിളി? അമ്പിളി നമ്മളെ കൂടെ വരുന്ന പോലെ തോന്നും. നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ അത്? ഉണ്ടോ അൻവിത? പ്ലീസ് അൺമ്യൂട്ട് അൻവിത. അൻവിത മാനത്ത് നോക്കാറുണ്ടോ അമ്പിളീന? അപ്പൊ നമ്മളെ കൂടെ നടക്കുമ്പോൾ തോന്നും അമ്പിളി. നിങ്ങൾ ഇന്ന് നോക്കണേ, മഴയില്ലത് കൊണ്ട് കാണുമെന്നറിയില്ല. അതെ, രാത്രിയിലെ അമ്പിളി എന്ത് ചെയ്യും? അമ്പിളി നമ്മ നടക്കുമ്പോ നമ്മളെ കൂടെ നടക്കുമ്പോൾ നമുക്ക് തോന്നും. അപ്പൊ അമ്പിളിനെ നോക്കാറുണ്ടോ എല്ലാവരും? എല്ലാരും നോക്കാറുണ്ടല്ലേ? അപ്പൊ അമ്പിളി നമ്മളെ കൂടെ നടക്കുമ്പോൾ തോന്നും നമുക്ക്. അതാ പറഞ്ഞേ, അമ്പിളി പുഞ്ചിരി തോന്നുന്നു. ഇങ്ങനെ ഇതാണ്ടാവില്ല, ഈ ലൈറ്റില് കാണുന്നില്ലേ അല്ലേ നമ്മള്? ഓക്കെ, പിന്നെന്താ? വെള്ളി വെളിച്ചം വിതറുന്നു. നല്ല വെളിച്ചാണല്ലേ? നോക്കുമ്പോ നല്ല പ്രകാശാണല്ലേ? പിന്നെയോ മാനം നോക്കി നടക്കുമ്പോൾ, ആകാശം നോക്കി നടക്കുമ്പോൾ നമുക്ക് എന്ത് തോന്നും? അമ്പിളി നമ്മളെ കൂടെ പോരുവാണെന്ന് തോന്നും അല്ലേ? അമ്പിളി കൂടെ പോരുന്നു. അപ്പൊ എന്താ പാട്ട്? അമ്പിളി പുഞ്ചിരി തൂകുന്നു, വെള്ളി വെളിച്ചം വിതറുന്നു, മാനം നോക്കി നടക്കുമ്പോൾ അമ്പിളി കൂടെ പോരുന്നു. ആദിശ്രീ, നീ ശ്രദ്ധിക്കുന്നുണ്ടോ ഇവിടെ? പാട്ട് പാടേണ്ട ആളല്ലേ, പഠിക്കണ്ടേ ഇപ്പോ? ഓക്കെ, ഗുഡ്, സൂപ്പർ. ഓക്കെ, ഇഷാനി അവിടെ തന്നെ ഇരിക്കണേ. ഓക്കെ, അപ്പോ
നമ്മൾ ഇന്നെന്തൊക്കെ പഠിച്ചു? ആ അമ്പിളി, ആ അച്ഛൻ, ആ അമ്മ, ആ അറ, ആ അല അല്ലേ? ഇനിയോ അമ്പിളി പുഞ്ചിരി തൂകുന്നു. ഏബൽ ഗുഡ് മോർണിംഗ്. വെള്ളി വെളിച്ചം വിതറുന്നു. മാനം നോക്കി നടക്കുമ്പോൾ അമ്പിളി കൂടെ പോരുന്നു. ആ റഫാന മോനായിട്ട് അല്ലേ? ഓക്കെ. അമ്പിളി പുഞ്ചിരി തൂകുന്നു. ഏബലേ ലിസൺ ഹിയർ ഏബൽ. അമ്പിളി പുഞ്ചിരി തൂകുന്നു. വെള്ളി വെളിച്ചം വിതറുന്നു. വെള്ളി വെളിച്ചം വായിച്ചേ. വെള്ളി വെളിച്ചം വിതറുന്നു. ഓക്കെ. മാനം നോക്കി നടക്കുമ്പോൾ, മാനം നോക്കി നടക്കുമ്പോൾ അടിയേ. മാനം നോക്കി നടക്കുമ്പോൾ അമ്പിളി കൂടെ പോരുന്നു. പാടുന്നില്ലല്ലോ ആരും. അമ്പിളി കൂടെ പോരുന്നു. ആരാ കൂടെ പോരുന്നേ? അമ്പിളി. ഓക്കെ. അപ്പൊ അമ്പിളി പുഞ്ചിരി തൂകുന്നു. അമ്പിളി പുഞ്ചിരി. വെള്ളി വെളിച്ചം വിതറുന്നു. വെള്ളി വെളിച്ചം വിതറുന്നു. ശകലേ വിതറുന്നു. പിന്നെയോ മാനം നോക്കി നടക്കുമ്പോൾ അമ്പിളി കൂടെ പോരുന്നു. കൂടെ പോരുന്നു. മനസ്സിലായോ? അപ്പൊ നമ്മൾ എന്തൊക്കെയെന്ന് പഠിച്ചു? ആ അമ്പിളി. ആ പറഞ്ഞ എല്ലാവരും വായിച്ചേ. ആ അമ്പിളി, ആ അമ്പിളി, ആ അച്ഛൻ, ആ അമ്മ, ആ അമ്മ, ആ അമ്മ. ഓക്കെ. ആ അറ, ആ അറ, റഫാനെ റഫാനെ എന്തിടാ? ഓക്കെ. ആ അറ, ആ അല. ഞാനിപ്പ റഫാനി പറ്റിയേ. ആ അല. റഫാൻ മിസ്സിനെ ഒന്ന് നോക്കിയേ, ഇങ്ങോട്ട് നോക്കിയേ റഫാനെ. ആ അല. റഫാനെ പ്ലീസ് അൺമ്യൂട്ട് മോനെ. മിസ്സിനെ കാണുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും കാണുന്നുണ്ടോ? കാണിച്ചേ, കൈ കാണിച്ചേ. മിസ്സിനെ കാണുന്നവരൊന്ന് കൈ കാണിച്ചേ. ഓക്കെ. ഇഷാനിക്ക് കാണുന്നുണ്ട്, ഷഹലിന് കാണുന്നുണ്ട്, അൻവിതക്ക് കാണുന്നുണ്ട്, നിഡാഷക്ക് കാണുന്നുണ്ട്, ഇഷിതക്ക് കാണുന്നുണ്ട്, ഉമർ ജാഫറിന് കാണുന്നുണ്ട്, ഏബൽ സിൻഡോന് കാണുന്നുണ്ട്, ഏദൻ മാത്യുവിന് കാണുന്നുണ്ട്, എല്ലാ ഫാത്തിമ സിദ്ദിഖിന് കാണുന്നുണ്ട്, ആദിശ്രീക്ക് കാണുന്നുണ്ട്. എല്ലാവർക്കും കാണുന്നുണ്ട്. റഫാനെ മോനെ എന്തേ കാണാത്ത? തന്നെ എനക്ക് നല്ല വൃത്തി കാണാലോ മോന. മുഹമ്മദ് റഫാനി മിസ്സിനെ കാണുന്നുണ്ടോ? കാണുന്നില്ല. റഫാന്റെ ഉമ്മയുണ്ടോ അടുത്ത്? ഉമ്മയോട് ഇന്ന് പറഞ്ഞോക്കേ, മിസ്സിനെ കാണുന്നു നോക്കാൻ പറഞ്ഞേ. ഇല്ല, കാണുന്നില്ല. പറ്റിയാവോ? എനിക്ക് നല്ല വൃത്തി കാണാൻ പറ്റുന്നുണ്ട്. കുഞ്ഞുവാവുണ്ട് ഇപ്പൊ അടുത്ത്. ഇല്ല, മിസ്സിനെ കാണുന്നില്ല. എനക്ക് കാണുന്നുണ്ടല്ലോ നിങ്ങളെ. കാണുന്നില്ല. എന്ത് പറ്റിയാവോ? നിങ്ങളെ വീഡിയോ ഞാൻ കാണുന്നുണ്ട്.
ഇവിടെ മിസ്സിനെ ഇങ്ങോട്ട് കാണുന്നില്ല. ശ്രദ്ധിച്ചോട്ടെ മോനെ. ഓക്കെ, അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു ഇന്ന്? ഇഷിത എന്തൊക്കെ പഠിച്ചു? അമ്പിളി, അച്ഛൻ, അറ, അല. പിന്നെ ഒരു പാട്ട് പഠിച്ചു അല്ലേ? അമ്പിളി പുഞ്ചിരി തൂകുന്നു, വെള്ളി വെളിച്ചം വിതറുന്നു, മാനം നോക്കി അമ്പിളി കൂടെ പോരുന്നു അല്ലേ? ഓക്കെ, എല്ലാരും പഠിച്ചോ? ഉമ്മറേ പഠിച്ചോ? അപ്പൊ ആ അമ്പിളി ഒന്നൊക്കെ വായിച്ചേ. അമ്പിളി, അച്ഛൻ, പുഞ്ചിരി തൂകുന്നു. എല്ലാവരും ഒന്ന് അമ്പിളി പുഞ്ചിരി തൂകുന്നു, വെള്ളി വെളിച്ചം വിതറുന്നു, നോക്കി നടക്കുമ്പോൾ അമ്പിളി കൂടെ പോരുന്നു, അമ്പിളി കൂടെ പോരുന്നു. ഓക്കെ, എല്ലാവരും പഠിച്ചോ? അപ്പൊ ആ അമ്പിളി, അച്ഛൻ, ആ അമ്മ, അല, അല പോകുന്നു, വെള്ളി വെളിച്ചം വിതറുന്നു, മാനം നോക്കി നടക്കുന്നു, അമ്പിളി കൂടെ പോരുന്നു. മാനം നോക്കി നടക്കുമ്പോൾ അമ്പിളി കൂടെ പോരുന്നു. ഓക്കെ, അപ്പൊ എല്ലാവരും നടക്കുമ്പോ എന്ത് ചെയ്യും? നമ്മള് അമ്പിളിനെ നോക്കിക്കൊണ്ട് നടന്ന എന്ത് ചെയ്യും? നമ്മളെ കൂടെ വരുന്ന പോലെ തോന്നും അല്ലേ? എല്ലാരും അമ്പിളിനെ നോക്കണം കേട്ടോ, മഴയില്ലാത്ത ദിവസം. അപ്പൊ അമ്പിളിനെ നമ്മള് കാണുമ്പോ അമ്പിളി പുഞ്ചിരി തൂകുന്ന പോലെ ഉണ്ടാവുക അല്ലേ? പിന്നെന്താ? വെള്ളി വെളിച്ചം വിതറുന്നു, നല്ല വെളിച്ചം നമുക്ക് തരുന്നല്ലേ? പിന്നെന്താ? മാനം നോക്കി നടക്കുമ്പോൾ അമ്പിളി കൂടെ പോരുന്നു, നമ്മുടെ കൂടെ വരുന്ന പോലെ നമുക്ക് അനുഭവപ്പെടും അല്ലേ? അപ്പൊ നമ്മൾ ഇന്ന് എന്തൊക്കെ പഠിച്ചു? ആ അമ്പിളി, ആ അച്ഛൻ, ആ അമ്മ, ആ അറ, ആ അല. പിന്നെ പാട്ടു അല്ലേ? അപ്പൊ ഇഷാനി ഒന്ന് വായിച്ചേ. ഷാനി ഇന്ന് എന്തൊക്കെ പഠിച്ചു ഒന്ന് വായിച്ചേ. ആ അമ്പിളി, ആ അമ്മ, ആ അച്ഛൻ, അച്ഛൻ, ആ അല, അമ്പിളി പുഞ്ചിരി തൂകുന്നു, വെള്ളി വെളിച്ചം വിതറുന്നു, മാനം നോക്കി നടക്കുന്നു, നാനം നോക്കി നടക്കുമ്പോൾ അമ്പിളി കൂടെ പോരുന്നു, അമ്പിളി കൂടെ പോരുന്നു. ഇനി ആരാ പാടുന്ന അടുത്തത്? ആദിശ്രീ. ആദിശ്രീ പ്ലീസ് അൺമ്യൂട്ട്. അമ്മ,
ആ വെള്ളി വെളിച്ചം വിതറുന്നു ആ മാനം നോക്കി നടക്കുമ്പോൾ ഓക്കെ ഗുഡ്. നെക്സ്റ്റ് അൻവിത കുട്ടി അല്ലേ? അൻവിത എന്താ അവിടെ പണിയെടുക്കുന്ന അൻവിത? പ്ലീസ് അൺമ്യൂട്ട് അൻവിത. അയച്ചേ. അമ്പിളി പുഞ്ചിരി തൂകുന്ന മാനം നോക്കി നടക്കുമ്പോൾ അമ്പിളി കൂടെ പോരുന്നു. വായിച്ചേ ആ അമ്പിളി. വായിച്ചേ അമ്പിളി. പിന്നെയോ ആ അച്ഛൻ ആ അച്ഛൻ അതിലെന്ന് പറയുന്നത് അമ്പിളി പുഞ്ചി തൂകുന്നു. അമ്പിളി പുഞ്ചി തൂകുന്ന നെക്സ്റ്റ് ഷഹലെ. പ്ലീസ് അൺമ്യൂട്ട് ഷഹൽ അൺമ്യൂട്ട് ചെയ്തേ മോനെ. അല്ല റഫാൻ. ഷഹൽ. ഓക്കെ ഷഹൽ. ഷഹൽ അൺമ്യൂട്ട് ചെയ്തേ മോനെ. പഠിയേ വായിച്ചേ. അച്ഛൻ അമ്പിളി പുഞ്ചിരി തൂകുന്നു. വെള്ളി വെളിച്ചം വിടരുന്നു. പുഞ്ചിരി തൂകുന്നു. അമ്പിളി പുഞ്ചിരി തൂകുന്നു. വെള്ളി വെളിച്ചം വിതറുന്നു. മാനം നോക്കി നടക്കുമ്പോൾ അമ്പിളി കൂടെ പോരുന്നു. ഇനി റഫാൻ പാടിയ മോനെ. റഫാൻ. അമ്പിളി. ഓക്കെ. അച്ഛൻ. അമ്മ. ഓക്കെ. ഓക്കെ ഗുഡ്. നെക്സ്റ്റ് പാട്ട് പാടിയേ. അമ്പിളി പുഞ്ചിരി തൂകുന്നു. നെക്സ്റ്റ് ലൈൻ. വെള്ളി വെളിച്ചം വിതറുന്നു. മാനം നോക്കി നടക്കുമ്പോൾ അമ്പിളി കൂടെ പോരുന്നു. ഓക്കെ സൂപ്പർ. നെക്സ്റ്റ് ആരാ പാടുന്നേ? ഇനി ആരാ പാടുന്നേ നോക്കട്ടെ. ഏതൻ പാടുന്നുണ്ടോ? ഏതൻ പ്ലീസ് അൺമ്യൂട്ട്. ഏതൻ. അമ്പിളി. വായിച്ചേ. അമ്പിളി. വായിക്കേ. അച്ഛൻ. അമ്മ. അല. അല. അറ. അല. പോകുന്നു. വെള്ളി വെളിച്ചം വിതറുന്നു. നെക്സ്റ്റ് മാനം. ഓക്കെ. അമ്പിളി കൂടെ പോരുന്നു. ഓക്കെ നെക്സ്റ്റ് ആരാ വായിക്കുന്നത് നോക്കട്ടെ. ഇനി ഉമ്മർ ജാഫർ ഉണ്ടല്ലോ. ഉമ്മർ ജാഫറെ വായിച്ചേ. പ്ലീസ് അൺമ്യൂട്ട് ഉമ്മർ ജാഫർ.
വായിച്ചോ? ആ അമ്പിളി നല്ല വൃത്തി ഇരുന്നേ, നല്ല മോനായിട്ട്. ആ അമ്പിളി, ആ അച്ഛൻ, ആ അമ്മ, ആ അറ, ആ അല. ഇനി പാട്ട് പാടിയേ. അമ്പിളി പോകുന്നു, വെള്ളി വെളിച്ചം വിതറുന്നു, മാനം നോക്കി നടക്കുമ്പോൾ അമ്പിളി കൂടെ പോരുന്നു. പാടുന്നില്ല? ഓക്കെ, ഗുഡ്. ഇനി നെക്സ്റ്റ് ആരാ പാടുന്നേ? കൈബന്ധിച്ച് ആരാ പറയുന്നേ? ഇഷിത പറയുന്നോ? വായിക്കുന്നോ? ഇഷിത പ്ലീസ് അൺമ്യൂട്ട്. വായിച്ചോ. ആ അമ്പിളി, ആ അമ്പിളി, പുഞ്ചിരി പോകുന്നു, വെള്ളി വെളിച്ചം വിതറുന്നു, മാനം നോക്കി നടക്കുമ്പോൾ അമ്പിളി കൂടെ പോരുന്നു. ഓക്കെ, ഗുഡ്. നെക്സ്റ്റ് ഫാത്തിമ സിദ്ദീഖ്, വായിച്ചേ. ഓക്കെ, ഓക്കെ, അറ, ആ അല. ഇനിയോ പാട്ട്. അമ്പിളി പുഞ്ചിരി തൂകുന്നു, വെളിച്ചം വിതറുന്നു, മാനം നോക്കുമ്പോൾ അമ്പിളി കൂടെ പോരുന്നു. നെക്സ്റ്റ് നിഡാഷ പ്ലീസ് അൺമ്യൂട്ട്. വായിച്ചോ. അമ്പിളി, വെള്ളി വെളിച്ചം വിതറുന്നു, മാനം നോക്കി നടക്കുമ്പോൾ അമ്പിളി കൂടെ പോരുന്നു. ആ അമ്പിളി, ആ അച്ഛൻ, ആ അമ്മ, ആ അറ, ആ അല. ഓക്കെ, ഗുഡ്. നെക്സ്റ്റ് ഏബിൾ സിൻഡോ പ്ലീസ് അൺമ്യൂട്ട്. വായിച്ചേ. ആ അമ്പിളി, ആ അമ്പിളി കൂടെ വായിച്ചോ. ടീച്ചറിനോട് പറ. ആ അമ്പിളി പറ. ആ അമ്മ, ടീച്ചർ നോക്കുന്നുണ്ടോ? ആ അച്ഛൻ. കാണുന്നുണ്ട്, വേഗം വായിച്ചേ. നല്ല മോനല്ലേ, വേഗം വായിക്ക്. അമ്പിളി, ആ അറ, ആ അല, അമ്പിളി പുഞ്ചിരി തൂകുന്നു, വെള്ളി വെളിച്ചം വിതറുന്നു, മാനം നോക്കി നടക്കുമ്പോൾ അമ്പിളി കൂടെ പോരുന്നു. അല്ലേ? എല്ലാരും വായിച്ചോ? ഇന്നാരാ വായിക്കാനുള്ളത്?
എല്ലാരും വായിച്ചു അല്ലേ? ഗുഡ്. അപ്പൊ നെക്സ്റ്റ് നമുക്ക് ഇന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അക്ഷരദീപം എഴുതിയിട്ടുണ്ടായിരുന്നു അല്ലേ? ആയിട്ടില്ല, കുറച്ചൊരു ടൈം ഉണ്ട്. ക്ലാസ് ഏകദേശം തീരാറായി. അപ്പോ ഇന്നത്തെ നമ്മളെ ഹോംവർക്ക് ഏതാണെന്നറിയോ? എല്ലാവരും ശ്രദ്ധിക്കണേ. ലിസൺ ഹിയർ, ഓൾ ഓഫ് യു ലിസൺ ഹിയർ. നെക്സ്റ്റ് പേജ് നമ്മൾ എഴുതിയോ? രണ്ടാമത്തെ പേജ് അക്ഷരദീപത്തില്. ഇതല്ലേ നമ്മൾ ആദ്യത്തെ എഴുതി, രണ്ടാമത്തെ എഴുതിയോ? അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തത്. ഓക്കെ, അമ്മയോട് ഹോംവർക്ക് എഴുതരാൻ പറഞ്ഞു, ഡേറ്റ് ഇട്ടിട്ട് കേട്ടോ. അപ്പൊ ഇന്ന് നിങ്ങൾ എന്താ എഴുതേണ്ടത്? അങ്ങനെ അത് മൂന്നാമത്തെ പേജ് എത്തെങ്കിൽ റാന്നിലെ അക്ഷരമുണ്ട്. ആദ്യം വള്ളി ഇടുന്ന പോലെ ഉണ്ട്, അത് കഴിഞ്ഞ് അതൊക്കെ പഠിച്ച് റാ തിരിച്ച് അങ്ങോട്ട് ഇടാനുണ്ട്, തിരിച്ച് ഇങ്ങോട്ട്. ഓക്കെ, റാ. ഓക്കെ, സൂപ്പർ. അത് എഴുതി കഴിഞ്ഞു അൻവിത, സൂപ്പർ. അപ്പൊ റാ എഴുതാൻ പഠിച്ചു അല്ലേ? അപ്പൊ ഇന്നത്തെ ഹോംവർക്ക് നമുക്ക് പറ അല്ലെ? റാ പറ എഴുതണ്ട, ഈ പിക്ചർ ഉണ്ട് പറന്നാണ്. ഓക്കെ, റാ ചേർത്ത് എഴുതുന്നത് പറ. അപ്പൊ ഈ റായാണ് ഇന്ന് എഴുതേണ്ടത്. ഈ താഴെ ലൈൻ എഴുതണം, മുകളിലൊക്കെ എഴുതി ആദ്യം പഠിച്ചതിന് ശേഷം താഴെ റാ എഴുതണം. ഓക്കെ, അപ്പൊ ഇന്നത്തെ ഹോംവർക്ക്. നെക്സ്റ്റ് നമ്മളൊന്ന് ഇതുകൂടി ഒന്ന് പഠിക്കാം നമുക്ക് അല്ലേ? ഏതാ? നമ്മൾ റാ പഠിച്ചിട്ടുണ്ടല്ലേ? ഓൾറെഡി നമ്മൾ റാ പഠിച്ചിട്ടുണ്ടല്ലോ കഴിഞ്ഞ ക്ലാസ്സില്. കഴിഞ്ഞ കുറേ ക്ലാസ്സിലായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ? ഇതേതാ അക്ഷരം? ഇതേതാ? all of you listen here. ഓക്കെ, റാ അല്ലേ? ഈ റായാണ് നമ്മൾ ഇന്ന് അതിൽ എഴുതേണ്ടത്. ഓക്കെ, എല്ലാവരും നല്ല നീറ്റായി എഴുതുന്ന മിസ്സിന് അറിയാം, കാരണം നമ്മൾ ഒരുപാട് തവണ എഴുതി പഠിച്ചാണ് അല്ലേ? ഓക്കെ, അപ്പൊ ഈ റായാണ് ഇന്ന് എഴുതേണ്ടത്. ഓക്കെ, അപ്പൊ അതാണ് നമ്മുടെ ഹോംവർക്ക്. പിന്നെ ഇതൊന്ന് പറയണേ, ഇതേതക്ഷര? ഓക്കെ, നെക്സ്റ്റ് ഇതേതാ അക്ഷരം? ഓക്കെ, ഗുഡ്. നെക്സ്റ്റ് ഇതേതാ അക്ഷരം? ഓക്കെ, നെക്സ്റ്റ് ഇതേതാ അക്ഷര? ഓക്കെ, ഗുഡ്. ഇതേതാ അക്ഷരം? ഓക്കെ, ഗുഡ്. സൂപ്പർ മക്കളാണ്. ഓക്കെ, നെക്സ്റ്റ് ഇതേതാ? ഓക്കെ, ഗുഡ് ഗുഡ്. ഇതേതാ? ഇതേതാ അക്ഷരം? അല്ലേ? ഇത്രയും അക്ഷരങ്ങള് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലേ? പിന്നെ ഒന്നുകൂടി ഉണ്ടായിരുന്നു, ഇതേതാ? നല്ല മക്കളാണ്, എല്ലാം ഓർമ്മയുണ്ടല്ലേ? അപ്പൊ റാ, രാ, നാ, താ, പാ, വാ, സാ, ല, മ, ന അല്ലെ? ഈ അക്ഷരങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് നമ്മളെ ഹോംവർക്ക് ഇതാ റാ എന്നുള്ള അക്ഷരം അല്ലെ? അക്ഷരദീപം എ ബുക്കില് റാ എന്നുള്ള അക്ഷരാണ് ഇന്ന് എഴുതേണ്ടത് അല്ലെ? മറ്റേതുവരെ എഴുതിയവരെല്ലാരും അതുവരെ എഴുതിക്കോ കേട്ടോ. ഓക്കെ, ഒരുപാടൊന്നും എഴുതണ്ട, അത് എഴുതിയാ മതി. ഓക്കെ, നമ്മുടെ ക്ലാസ്സിന്റെ ടൈം കഴിഞ്ഞു. എല്ലാ മക്കളോടും മിസ് ബൈ പറയണേ. ടാറ്റാ, ബൈ, സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, വെൽക്കം, താങ്ക് യു. ശകലേ ബൈ. ഓക്കെ, അപ്പൊ മിസ് അതിന്റെ പിന്നെ ക്ലാസ് എല്ലാരും അത് എഴുതി നല്ല മക്കളായി വായിച്ചു പഠിക്കണേ. ആമ്പിളി,